നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. പത്രമാധ്യമങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും, ഇന്ന് ഹൃദയരോഗികളുടെ എണ്ണം ഓരോ ദിവസം കൂടി വരികയാണ്. പണ്ടൊക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അസുഖമായിരുന്നു ഹൃദയരോഗം. അതും 60 വയസ്സ് കഴിഞ്ഞ ആളുകളിലേക്കാണ് സർവ്വസാധാരണയായി അസുഖം കണ്ടുവരുന്നത്. എന്നാൽ ഇന്ന് പ്രായഭേദമന്യേ ഈ അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരിൽ പോലും അവര് നിൽക്കുന്ന നിൽപ്പില് കുഴഞ്ഞു വീണ് മരിക്കുക, ചെറിയ കുട്ടികള് കുഴഞ്ഞു വീണ് മരിക്കുക, അതുപോലെ ചില ആളുകൾ രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നില്ല, പരിശോധിക്കുമ്പോൾ ഹൃദയാഘാതമാണെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ ഹൃദയരോഗികളുടെ എണ്ണം ഓരോ ദിവസം കൂടി വരികയാണ്. അതുപോലെ തന്നെ ചില ആളുകള് ചെറിയ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ കിതയ്ക്കുക, ചെറിയ ജോലി ചെയ്താൽ അമിതമായിട്ട് കിതയ്ക്കുക, ഇങ്ങനെ ഹൃദയരോഗ സമാനമായ അസുഖങ്ങളും ഓരോ ദിവസവും കൂടി വരികയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ഹൃദയരോഗം ഉണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ നിലവിൽ ഹൃദയരോഗമുള്ള ആളുകൾ അവരുടെ ഹെൽത്ത് പരിപൂർണമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ആയുർവേദം നിർദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് നീർമരുന്ന്. നീർമരുന്നിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഒരു പരിഹാരമായിട്ടാണ് ആയുർവേദം ഈ നീർമരുന്നിനെ പറയുന്നത്. ഈ മരുന്നിനെ അടിസ്ഥാനമാക്കി ചെട്ടിപ്പറമ്പിൽ ആയുർവേദ ഫാർമസി ഹൃദയ പ്ലസ് എന്നൊരു മരുന്ന് ഇറക്കിയിട്ടുണ്ട്. ഇത്തരം ഹൃദയരോഗ സമാനമായ അസുഖങ്ങൾക്കും നിലവിൽ ഹൃദയരോഗമുള്ള ആളുകൾക്കും പ്രത്യേകിച്ച് ഹാർട്ടിലൊക്കെ ബ്ലോക്ക് ഒക്കെ ഉള്ള ആളുകൾക്ക് ആ ബ്ലോക്ക് അലിയിപ്പിച്ച് കളയാനും അതുപോലെ തന്നെ ഹൃദയപേശികൾക്ക് ബലം നൽകാനും പ്രത്യേകിച്ച് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുക, ട്രൈഗ്ലിസൈഡ് പോലുള്ള ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന കൊളസ്ട്രോളെ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും നിലവിൽ ചെറിയ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ കിതപ്പുള്ള ആളുകൾക്ക് കിതപ്പൊക്കെ നീക്കാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ഹൃദയ പ്ലസ് എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഹൃദയ പ്ലസ് ഉണ്ടാക്കിയിരിക്കുന്നത് ആയുർവേദ വിധിപ്രകാരം നീർമരുന്നാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ചേരുവ. അതുപോലെ അതിനോടൊപ്പം മുന്തിരി, ഓരില, മോവില എന്നിങ്ങനെ തുടങ്ങിയ നിരവധി ഔഷധങ്ങളും ഈ ഹൃദയ പ്ലസിലുണ്ട്. ഹൃദയ പ്ലസ് 15 മില്ലി രാവിലെയും വൈകുന്നേരവും കൃത്യമായ ഒരു വൈദ്യ നിർദ്ദേശത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന ഹൃദയരോഗങ്ങളെ ചെറുക്കാനും അതുപോലെ നിലവിൽ ഹൃദയരോഗ സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾക്ക് അതിനൊരു പരിഹാരമായിട്ടും ഈ ഔഷധം നമുക്ക് കാണാവുന്നതാണ്. എല്ലാ ആയുർവേദ ഔഷധങ്ങളും കൃത്യമായി ഒരു വൈദ്യ നിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.